ഐതിഹ്യ കഥകളിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പറയുന്നത് ശ്രീ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലെ വെള്ളോട് നമ്പൂതിരി എന്ന കഥയാണ്. ഇപ്പോൾ പുലാമന്തോൾ മൂസ്, കുട്ടഞ്ചേരി മൂസ്, ആലത്തൂർ നമ്പി, പഴനെല്ലിപ്പുറത്ത് തൈക്കാട്ട് മൂസ്, എളയടത്ത് തൈക്കാട്ട് മൂസ്, വെള്ളോട് നമ്പൂരി, ചീരട്ടമ്മൻ മൂസ്, വയസ്കര മൂസ്, ഇങ്ങനെ 8 ഇല്ലക്കാർ മാത്രമാണ് അഷ്ടവൈദ്യന്മാർ. ഒരു കാലത്ത് ശാഖോപശാഖകളായി വർദ്ധിച്ച് അവർ 18 ഇല്ലങ്ങളായി തീർന്നിരുന്നു. അക്കാലത്ത് വെള്ളോട് നമ്പൂരിയും 2 ഇല്ലങ്ങളിലായിട്ടാണ് താമസിച്ചിരുന്നത്. അവയിലൊന്ന് കൊച്ചി സംസ്ഥാനത്തെ ചാലക്കുടിയിലും മറ്റൊന്ന് എളങ്കുന്നപ്പുഴ എന്ന ദേശത്തുമായിരുന്നു. ചാലക്കുടിയിൽ താമസിച്ചിരുന്നവരെ ഉഭയൂർ മൂസ് എന്നും എളങ്കുന്നപ്പുഴ താമസിച്ചിരുന്നവരെ അടിയാക്കൽ മൂസ് എന്നുമാണ് പറഞ്ഞു വന്നിരുന്നത്. ആ 2 ഇല്ലക്കാരും കൊല്ലം 900 ആണ്ടിടയ്ക്ക് എന്തോ ചില കാരണങ്ങളാൽ ആ സ്ഥലങ്ങൾ വിട്ട് തിരുവിതാംകൂറിൽ വന്ന് വൈക്കത്തും ചേർത്തല താലൂക്കിൽ മരുത്തോർവട്ടം എന്ന ദേശത്തും താമസം ഉറപ്പിച്ചു. അപ്പോൾ ആ 2 ഇല്ലക്കാരും അവരുടെ പേരും മാറ്റി വെള്ളോട് നമ്പൂരി എന്നാക്കി. അതിപ്പോൾ അങ്ങനെ തന്നെ ഇരിക്കുന്നു. വൈക്കത്ത് പെരുംതൃക്കോവിൽ ക്ഷേത്രത്തിന് ഉത്സവത്തിന് 13 അഹസും വൃശ്ചിക മാസത്തിൽ കറുത്ത അഷ്ടമിയുടെ പിറ്റേ ദിവസം ആറാട്ടാവുകയാൽ തക്കവണ്ണം കൊടിയേറുകയുമാണല്ലോ പതിവ്. ഒരു കൊല്ലം വൃശ്ചിക മാസത്തിൽ ഉത്സവത്തിൻ്റെ ആറാട്ടുനാൾ ഒരു വൃദ്ധ ബ്രാഹ്മണൻ വൈക്കത്ത് താമസിച്ചിരുന്ന വെള്ളോട് നമ്പൂരിയുടെ അടുക്കൽ ചെന്ന്, ഇവിടെ ക്ഷേത്രത്തിലെ ഉത്സവ സദ്യ 10-12 ദിവസം പതിവായിട്ട് ഉണ്ണുക കൊണ്ട് എനിക്ക് കടവയറ്റിൽ നല്ല സുഖമില്ലാതെ ഇരിക്കുന്നു, അതിനെന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. അത് കേട്ട് നമ്പൂരി, അത് സാരമില്ല, ഞാനൊരു മുക്കുടി ഉണ്ടാക്കിത്തരാം, അത് സേവിച്ചാൽ സുഖമാവും എന്നു പറഞ്ഞു. അപ്പോൾ ആ വൃദ്ധ ബ്രാഹ്മണൻ, എന്നാൽ മുക്കുടി ഉണ്ടാക്കി തരണമെന്നില്ല, മുക്കുടിക്കുള്ള മരുന്നുകൾ അരച്ചുരുട്ടി പെരുംതൃക്കോവിൽ ശ്രീകോവിലിൻ്റെ പടിയന്മേൽ വെച്ചു കൊടുത്താൽ മതി. ശാന്തിക്കാരെടുത്ത് മുക്കുടി ഉണ്ടാക്കി എനിക്ക് തന്നുകൊള്ളും. ശാന്തിക്കാരൊക്കെ എനിക്ക് പരിചയമുള്ളവരാണ്, ഞാൻ അവരോട് പറഞ്ഞുകൊള്ളാം. എൻ്റെ സ്ഥിരതാമസം ഇപ്പോൾ അമ്പലത്തിൽ തന്നെയാണ് എന്ന് പറഞ്ഞു. ഉടനെ നമ്പൂരി, എന്നാൽ അങ്ങനെ ആവട്ടെ, നാളെ കാലത്ത് ഞാൻ അരച്ചുരുട്ടി കൊണ്ടുപോയി ശ്രീകോവിലിൻ്റെ പടിയന്മേൽ വെച്ചേക്കാം എന്ന് മറുപടി പറഞ്ഞു. ഉടനെ വൃദ്ധബ്രാഹ്മണൻ അവിടെ നിന്ന് മറയുകയും ചെയ്തു. അപ്പോൾ വെള്ളോട് നമ്പൂരി, ഇത് കേവലം ബ്രാഹ്മണനാണെന്ന് തോന്നുന്നില്ല, ആരെങ്കിലും ആവട്ടെ, പറഞ്ഞതുപോലെ ചെയ്തേക്കാം എന്ന് മനസ്സിൽ വിചാരിച്ചു. എങ്കിലും അതിനെക്കുറിച്ച് ആരോടും ഒന്നും പറഞ്ഞില്ല. അന്ന് രാത്രി വടക്കുംകുറി രാജാവിനും ക്ഷേത്രത്തിലെ തന്ത്രിക്കും ഊരാളന്മാർക്കും ശാന്തിക്കാർക്കും ഒരു സ്വപ്നമുണ്ടായി. ഒരു ദിവ്യൻ അടുക്കൽ വന്ന്, നാളെ കാലത്ത് വെള്ളോട് നമ്പൂരി ചില മരുന്നുകൾ അരച്ചുരുട്ടി ശ്രീകോവിലിൻ്റെ പടിയിന്മേൽ കൊണ്ടുവന്ന് വയ്ക്കും, അതെടുത്ത് കലക്കി മുക്കുടിയാക്കി ദേവന് നിവേദിക്കണം എന്ന് പറഞ്ഞതായിട്ടായിരുന്നു സ്വപ്നം. അത് രാജാവ് മുതൽ ക്ഷേത്ര സംബന്ധികൾ വരെ എല്ലാവർക്കും ഒരേ വിധത്തിൽ തന്നെയായിരുന്നു. നേരം വെളുത്തപ്പോൾ എല്ലാവരും ഈ സ്വപ്ന വർത്തമാനം രാജസന്നിധിയിൽ അറിയിച്ചു. ഇവർ അറിയിച്ചതുപോലെ രാജാവും സ്വപ്നം കണ്ടിരുന്നതിനാൽ രാജാവ് ഒരു പ്രശ്നക്കാരനെ വരുത്തി പ്രശ്നം വെപ്പിച്ച് നോക്കിയപ്പോൾ ഇത് പെരുംതൃക്കോവിലപ്പൻ്റെ കൽപ്പനയാണെന്നും അതിനാൽ മുക്കടി ഉണ്ടാക്കി നിവേദിക്കേണ്ടത് അത്യാവശ്യമാണെന്നും അങ്ങനെ ചെയ്തില്ലെങ്കിൽ ദേവകോപം ഉണ്ടാകുമെന്നും പ്രശ്നക്കാരൻ വിധിച്ചു. അപ്പോഴേക്കും വെള്ളോട് നമ്പൂരി മരുന്നുകൾ അരച്ചുരുട്ടി ശ്രീകോവിലിൻ്റെ പടിയന്മേൽ കൊണ്ടുചെന്ന് വയ്ക്കുകയും ശാന്തിക്കാരൻ അതെടുത്ത് മുക്കുടി ഉണ്ടാക്കി പന്തിരടി പൂജയ്ക്ക് ദേവന് നിവേദിക്കുകയും ചെയ്തു. ഇത് ആറാട്ടിൻ്റെ പിറ്റേ ദിവസമായിരുന്നു. അന്ന് രാത്രിയിലും വടക്കുംകുറി രാജാവ് മുതലായവർക്കും വെള്ളോട് നമ്പൂരിക്കും ആണ്ടുതോറും ഇപ്രകാരം ആറാട്ടിൻ്റെ പിറ്റേ ദിവസം ചെയ്തു കൊള്ളണമെന്ന് സ്വപ്നമുണ്ടായി. അതിനെ എല്ലാവരും വിശ്വസിക്കുകയും അങ്ങനെ നടത്തുന്നതിന് തീർച്ചപ്പെടുത്തുകയും ദേവസ്വം വക പതിവ് കണക്കിൽ ഇതുകൂടി ചേർക്കുകയും മരുന്നുകൾ അരച്ചുരുട്ടി ശ്രീകോവിലിൻ്റെ പടിയിന്മേൽ കൊണ്ടുചെന്ന് വയ്ക്കുന്നതിന് പ്രതിഫലമായി വെള്ളോട് നമ്പൂതിരിക്ക് ദേവസ്വത്തിൽ നിന്ന് ചില അനുഭവങ്ങൾ ആണ്ടുതോറും കൊടുക്കണമെന്നും നിശ്ചയിച്ചതുകൂടാതെ ഏതാനും ഭൂസ്വത്തുക്കൾ അദ്ദേഹത്തിൻ്റെ തറവാട്ടേക്ക് കരമൊഴിവായി പതിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ആണ്ടുതോറും ആറാട്ടിൻ്റെ പിറ്റേ ദിവസം വൈക്കത്തപ്പന് ഒരു മുക്കുടി നിവേദ്യം പതിവായി തീരുകയും ചെയ്തു. ഈ മുക്കുടി നിവേദ്യം അവിടെ ഇപ്പോഴും ആറാട്ടിൻ്റെ പിറ്റേ ദിവസം പതിവായി നടന്നു വരുന്നുണ്ട്. വൈക്കത്തുണ്ടായിരുന്ന വെള്ളോടി ഇല്ലത്ത് കാലക്രമേണ ആളുകൾ കുറഞ്ഞു ഒടുക്കം അവിടെ വിധവയായ ഒരു അന്തർജന മാത്രം ശേഷിച്ചു. അതിനാൽ ആ അന്തർജനവും മരുത്തോർവട്ടത്തുള്ള ഇല്ലത്തേക്ക് പോയി അവിടെ താമസമാക്കി. ഒരു കാലത്ത്
ജനബാഹുല്യം നിമിത്തം രണ്ടായി തീർന്ന ആ ഇല്ലം ജനച്ചുരുക്കം നിമിത്തം ഇങ്ങനെ പിന്നെയും യഥാപൂർവം ഒന്നായി തീർന്നു. വൈക്കത്തുണ്ടായിരുന്ന ഇല്ലത്ത് ആരുമില്ലാതെ ആയതിനു ശേഷം മരുത്തോർ വട്ടത്തുള്ള വെള്ളൊടി ഇല്ലത്തെ ആളുകൾ വൈക്കത്ത് പെരുംതൃക്കോവിൽ ക്ഷേത്രത്തിൽ മുക്കുടിക്കുള്ള മരുന്നുകൾ അരച്ചുരുട്ടി യഥാകാലം പതിവായി ശ്രീകോവിൽ പടിയിന്മേൽ കൊണ്ടുചെന്ന് വയ്ക്കുകയും ദേവസ്വത്തിൽ നിന്ന് പതിവുള്ള അനുഭവം വാങ്ങുകയും ചെയ്തു തുടങ്ങി. ഇപ്പോഴും അങ്ങനെ തന്നെ നടന്നു വരുന്നു. എന്നാൽ ആ ഇല്ലത്തേക്ക് കരമൊഴിവായി പതിച്ചു കൊടുത്തിരുന്ന വസ്തുക്കളെല്ലാം ഓരോ കാലത്ത് ഓരോ വിധത്തിൽ അന്യാധീനപ്പെട്ടു പോവുകയാൽ ഇപ്പോൾ അവയിലൊന്നും ആ കുടുംബക്കാർക്ക് കൈവശം അനുഭവമില്ല. ദേവസ്വത്തിൽ നിന്ന് കൊടുത്തു വന്നിരുന്ന അനുഭവങ്ങളും ദേവസ്വം പരിഷ്കാരത്തോടു കൂടി വളരെ കുറഞ്ഞുപോയി. ഇപ്പോൾ ഈ വകയ്ക്ക് വെള്ളോടൻ നമ്പൂതിരിക്ക് ദേവസ്വത്തിൽ നിന്ന് കൊല്ലം തോറും കിട്ടുന്ന അനുഭവം 4 പണം മാത്രമാണ്. വെള്ളോടൻ നമ്പൂതിരിക്ക് കുടുംബ പരിദേവതകളായി അനേകം മൂർത്തികളുണ്ട്. അവയിൽ ഇപ്പോൾ പ്രാധാന്യം ധന്വന്തിരിക്കാണ്. അവിടെ പരദേവതകളായിട്ടുള്ള മറ്റു മൂർത്തികളെല്ലാം ഇല്ലത്തുള്ള ദേവാലയങ്ങളുടെ കൂട്ടത്തിൽ തന്നെയാണ് കുടിയിരുത്തിയിരിക്കുന്നത്. എന്നാൽ ധന്വന്തിരിക്ക് മാത്രം പ്രത്യേകം ക്ഷേത്രം പണിയിച്ച് മുറപ്രകാരം ബിംബപ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. അതിനുണ്ടായ കാരണം താഴെ പറഞ്ഞുകൊള്ളുന്നു. പണ്ടൊരിക്കൽ ചേർത്തല താലൂക്കിൽ വയലാർ ദേശത്തുള്ള പുതിയക്കൽ കോവിലകത്തെ ഒരു തമ്പാന് വയറ്റിൽ അതികലശലായിട്ടുള്ള ഒരു വേദന തുടങ്ങി. അത് നിമിത്തം യാതൊന്നും ഭക്ഷിക്കാൻ പാടില്ലാതെ അദ്ദേഹം ഏറ്റവും വിവശനായി തീർന്നു. ആ രോഗത്തിൻ്റെ ശമനത്തിനായി അദ്ദേഹം അനേകം ചികിത്സകൾ ചെയ്തു നോക്കി. ഒന്നുകൊണ്ടും ഒരു ഫലവും ഉണ്ടായില്ല. ഒടുക്കം തമ്പാൻ വൈക്കത്ത് പെരുംതൃക്കോവിലപ്പനെ ശരണം പ്രാപിച്ച് അവിടെ സംവത്സര ഭജനം തുടങ്ങി. ഏറ്റവും നിഷ്ഠയോടുകൂടിയായിരുന്നു ഭജനം. ക്ഷേത്രത്തിൽ സദ്യയുള്ള ദിവസങ്ങളിൽ സദ്യ, അല്ലെങ്കിൽ അമ്പലത്തിലെ നിവേദിച്ചോറ്. ഏതായാലും ഒരു നേരമേ അദ്ദേഹം ഭക്ഷണം കഴിച്ചിരുന്നുള്ളൂ. അതേതായാലും അദ്ദേഹത്തിന് വയറ്റിൽ വേദന ഉണ്ടാക്കാറുമില്ലായിരുന്നു. അങ്ങനെ ഒരു സംവത്സരം പെരുന്തൃക്കോവിലപ്പനെ സേവിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ താമസിച്ചു. അതിനിടയ്ക്ക് ഒരു ദിവസം പോലും അദ്ദേഹത്തിൻ്റെ വയറ്റിൽ വേദന ഉണ്ടായതുമില്ല. ഭജനം കാലം കൂടുന്നതിൻ്റെ തലേ ദിവസം തമ്പാൻ രാത്രിയിൽ അമ്പലത്തിൽ കിടന്നുറങ്ങിയിരുന്ന സമയം ആരോ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്ന്, നിന്റെ വയറുവേദന ഭേദമായിട്ടില്ല. ഇവിടെ താമസിക്കുമ്പോൾ വേദന വരികയില്ലായിരിക്കാം. ഇവിടെ നിന്ന് പോയാൽ ഇനിയും അത് വരും. ആ വേദന നിശേഷം വിട്ടു മാറണമെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം. എന്തെന്നാൽ ചേർത്തല തെക്കും മുറിയിൽ കേളൻകുളം എന്നു പേരായിട്ട് ഒരു വലിയ കുളമുണ്ടല്ലോ. നീ പോയി ആ കുളത്തിലിറങ്ങി മുങ്ങിത്തപ്പണം. അപ്പോൾ 3 ശിലാവിഗ്രഹങ്ങൾ നിനക്ക് കിട്ടും. അവയിൽ ആദ്യം കിട്ടുന്നത് അവിടെ തന്നെ ഇട്ടേക്കണം. അത് വെച്ച് പൂജിക്കുവാൻ ശക്തരായിട്ട് ഭൂലോകത്തിൽ ആരുമില്ല. രണ്ടാമത് കിട്ടുന്നത് ധന്വന്തിരിയുടെ വിഗ്രഹമായിരിക്കും. അതെടുത്ത് നീ ഒരു ബ്രാഹ്മണന് ദാനം ചെയ്യണം. മൂന്നാമത് കിട്ടുന്നത് ഒരു വിഷ്ണു വിഗ്രഹമായിരിക്കും. അതെടുത്ത് നീ തന്നെ ഒരു ക്ഷേത്രം പണിയിച്ച് പ്രതിഷ്ഠ കഴിപ്പിക്കണം. ഇത്രയും ചെയ്താൽ നിന്റെ രോഗം നിശേഷം വിട്ടുമാറി നിനക്ക് പൂർണ്ണ സുഖം സിദ്ധിക്കും. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നിന്റെ ദീനം ആജീവനാന്തം ഭേദമാവുകയുമില്ല എന്ന് പറഞ്ഞതായി അദ്ദേഹത്തിന് തോന്നി. ഉടനെ ഉണർന്ന് അദ്ദേഹം കണ്ണു തുറന്ന് നോക്കിയിട്ട് അവിടെ എങ്ങും ആരെയും കണ്ടില്ല. തൻ്റെ അടുക്കൽ വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞത് ആരായിരിക്കും? ആരെങ്കിലും ആവട്ടെ, ഒരു സമയം വെറും പേക്കിനാവാണെന്നും വരാമല്ലോ എന്ന് വിചാരിച്ച് തമ്പാൻ പിന്നെയും കിടന്നുറങ്ങി. പിറ്റേ ദിവസം ഭജനം കാലം കൂടി തമ്പാൻ കോവിലകത്ത് മടങ്ങിയെത്തി. ഉടനെ വയറ്റിൽ വേദനയും ആരംഭിച്ചു. അത് പൂർവാധികം കലശലായിട്ടായിരുന്നു. അതിനാൽ തമ്പാൻ അടുത്ത ദിവസം തന്നെ പോയി കേളൻകുളത്തിലിറങ്ങി മുങ്ങിത്തപ്പി. ആദ്യം കിട്ടിയ വിഗ്രഹം അവിടെ തന്നെ ഇട്ടിട്ട് പിന്നെയും മുങ്ങിത്തപ്പി നോക്കുകയും ഒരു വിഗ്രഹം കിട്ടുകയും ചെയ്തു. അത് ധന്വന്തിരിയുടെ വിഗ്രഹം തന്നെയായിരുന്നു. ആ വിഗ്രഹവും എടുത്തുകൊണ്ട് തമ്പാൻ കരയ്ക്ക് കയറി. കുറച്ചു ദൂരം ചെന്നപ്പോൾ വഴിയിൽ വെച്ച് വെള്ളൂടൻ നമ്പൂതിരിയെ കാണുകയും വിഗ്രഹം അദ്ദേഹത്തിന് ദാനം ചെയ്യുകയും ചെയ്തു. തമ്പാൻ പിന്നെയും വന്ന് കുളത്തിലിറങ്ങി മുങ്ങിത്തപ്പിയപ്പോൾ ഒരു വിഷ്ണു വിഗ്രഹം കിട്ടി. അത് കൊണ്ടുപോയി അദ്ദേഹം സ്വദേശത്ത് തന്നെ ഒരു ക്ഷേത്രം പണിയിച്ച് മുറപ്രകാരം പ്രതിഷ്ഠ കഴിപ്പിക്കുകയും ആ ക്ഷേത്രത്തിന് കേരളാദിത്യപുരം എന്ന് പേരിടുകയും ചെയ്തു. ആ ക്ഷേത്രം കാലാന്തരത്തിൽ തിരുവിതാംകൂർ സർക്കാർ വകയെ തീർന്നു. ഇപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കുന്നു. തമ്പാൻ വെള്ളൂടൻ നമ്പൂതിരിക്ക് കൊടുത്ത വിഗ്രഹം അദ്ദേഹം ഇല്ലത്ത് കൊണ്ടുപോയി തൻ്റെ തേവാരങ്ങളുടെ കൂട്ടത്തിൽ വെച്ച് പൂജിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ഇരുന്ന കാലത്ത് മലബാറിൽ ടിപ്പു സുൽത്താൻ്റെ ആക്രമണം ഉണ്ടാവുകയാൽ അങ്ങാടിപ്പുറത്ത് താമസിച്ചു കൊണ്ടിരുന്ന ചീരട്ടമൺ മൂസ് അവിടെ നിന്ന് കുടുംബസഹിതം പോന്നു. തിരുവിതാംകൂറിലെത്തി മഹാരാജാവിൻ്റെ സഹായത്തോടുകൂടി
മരുത്തോർ വട്ടത്ത് തൻ്റെ സ്വജനമായ വെള്ളോട് നമ്പൂരിയുടെ ഇല്ലത്തിന് സമീപം തന്നെ ഒരില്ലം പണിയിച്ച് താമസം ഉറപ്പിച്ചു. അനന്തരം ഒരു ദിവസം ചീരട്ടമൺ മൂസ് വെള്ളോട് നമ്പൂരിയുടെ ഇല്ലത്ത് ചെന്ന സമയം ധന്വന്തിരിയുടെ ആ വിഗ്രഹം അവിടെ തേവാരങ്ങളുടെ കൂട്ടത്തിൽ ഇരിക്കുന്നത് കണ്ടിട്ട്, ഈ വിഗ്രഹത്തിൻ്റെ ശ്രേഷ്ഠത വിചാരിച്ചാൽ ഇത് ഇങ്ങനെ വെച്ചേക്കേണ്ടതല്ല, ഇതിന് പ്രത്യേകം അമ്പലം പണിയിച്ച് പ്രതിഷ്ഠ നടത്തിക്കുവാൻ തക്ക യോഗ്യതയുണ്ട് എന്ന് പറഞ്ഞു. അത് കേട്ടിട്ട് നമ്പൂരി, കാര്യമിത് വാസ്തവമാണ്, പക്ഷെ ഞാൻ വിചാരിച്ചാൽ ഇതൊന്നും സാധിക്കുകയില്ലെന്നേ ഉള്ളൂ, എനിക്ക് അതിന് തക്കവണ്ണം ധനപുഷ്ടിയില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ മൂസ്, എന്നാൽ അങ്ങ് ഒന്നും നടത്തണമെന്നില്ല, അങ്ങേക്ക് സമ്മതമുണ്ടെങ്കിൽ ക്ഷേത്രപ്പണിയും പ്രതിഷ്ഠയും കലശവുമെല്ലാം ഞാൻ നടത്തിച്ചു കൊള്ളാം എന്ന് പറഞ്ഞു. അതിനെ നമ്പൂരി സമ്മതിക്കുകയും ക്ഷേത്രപ്പണി മുതലായവയെല്ലാം മൂസ നടത്തിക്കുകയും ചെയ്തു. ക്ഷേത്രത്തിൽ നിത്യനിദാനം, മാസവിശേഷം, ആട്ടവിശേഷം മുതലായവയ്ക്ക് വേണ്ടുന്ന മുതലും മൂസ തന്നെ വകവെച്ചു കൊടുത്തു. നമ്പൂരി ഒരു കാശ് പോലും ചെലവ് ചെയ്തില്ല. എങ്കിലും ബിംബം നമ്പൂരിയുടെ വകയായിരുന്നതിനാൽ ക്ഷേത്രാധികാരം രണ്ടുപേർക്കും ഒരുപോലെ ആയിരിക്കണമെന്ന് അവർ ഒടുക്കം പറഞ്ഞ് നിശ്ചയിച്ചു. അതിനാൽ ക്ഷേത്രത്തിൽ പതിവായിട്ട് കാലത്ത് മലരു നിവേദ്യം കഴിഞ്ഞാൽ ആ മലരും മറ്റും ഒന്നരാടം ദിവസം മാറി മാറി ഓരോ ഇല്ലത്തേക്കും കൊണ്ടുപോയിക്കൊള്ളുക എന്നും അവർ തീർച്ചപ്പെടുത്തി. മലരു നിവേദ്യത്തിന് പ്രതിദിനം 3 നാഴി മലരും 3 കദളിപ്പഴവും 3 പലം ശർക്കരയുമാണ് പതിവ് വെച്ചിരുന്നത്. ഇത് ഇല്ലങ്ങളിൽ കൊണ്ടുപോയാൽ കുട്ടികൾക്ക് കൊടുക്കുകയാണ് പതിവ്. അത് രാവിലെ കിട്ടുന്നത് കുട്ടികൾക്ക് വലിയ കാര്യവും ഏറ്റവും സന്തോഷപ്രദവുമായിരുന്നു. എന്നാൽ ഇത് തങ്ങൾക്ക് ഒന്നരാടം ദിവസമേ കിട്ടാൻ ന്യായമുള്ളൂ എന്നും അങ്ങനെയാണ് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് എന്നും മറ്റും കുട്ടികൾക്ക് അറിഞ്ഞുകൂടല്ലോ. അതിനാൽ 2 ഇല്ലത്തെ കുട്ടികളും കാലത്ത് മലരും പഴവും വേണമെന്ന് പറഞ്ഞ് സിദ്ധാന്തം പിടിച്ചു കരയുക പതിവായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ കുട്ടികളുടെ അലട്ടും നിർബന്ധവും കരച്ചിലും നിമിത്തം ഒരു ദിവസം മലരും മറ്റും വാങ്ങിക്കൊണ്ടുപോയ ഇല്ലക്കാർ തന്നെ പിറ്റേ ദിവസവും വാങ്ങിക്കൊണ്ടുപോയി. അത് അന്ന് മുറപ്രകാരം മലരും മറ്റും കിട്ടേണ്ടവരായ ഇല്ലക്കാർക്ക് ഒട്ടും രസിച്ചില്ല. അതിനാൽ അവർ 2 ദിവസം മലരും മറ്റും അടുപ്പിച്ച് വാങ്ങിക്കൊണ്ടുപോയവർക്ക് മേലാൽ ഒരിക്കലും അവ കൊടുക്കുകയില്ലെന്ന് തീർച്ചപ്പെടുത്തി. അതിനാൽ ആ 2 ഇല്ലക്കാരും തമ്മിൽ ഈ നിസ്സാര സംഗതിക്കായി പിടിയും വലിയും അടിയും ഇടിയും വെട്ടും കുത്തുമൊക്കെ ഉണ്ടാക്കി. ഒടുക്കം പരസ്പരം ബദ്ധവിരോധികളായി തീർന്നു. വെള്ളോട് നമ്പൂരിയുടെ വിരോധം നിമിത്തം മരുത്തോർ വട്ടത്ത് താമസിക്കുവാൻ നിവൃത്തിയില്ലാതെയാവുകയാൽ ചീരട്ടമൺ മൂസ് വിവരമെല്ലാം മഹാരാജാവിൻ്റെ അടുക്കൽ അറിയിച്ചു. അതിനാൽ മൂസിൻ്റെ ഇഷ്ടപ്രകാരം കൽപ്പിച്ച് കോട്ടയത്ത് നിന്ന് 4 നാഴിക പടിഞ്ഞാറ് ഒളച്ച എന്ന ദേശത്ത് മൂസിന് ഇല്ലം പണിയിച്ചു കൊടുത്ത് കുടുംബസഹിതം അങ്ങോട്ട് മാറ്റി താമസിപ്പിച്ചു. കൊല്ലം 925 ആണ്ട് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് മുറജപം തുടങ്ങിയപ്പോൾ തന്നെ ചീരട്ടമൺ മൂസിന് തിരുവനന്തപുരത്ത് ചില സ്ഥാനമാനങ്ങൾ കൽപ്പിച്ചു കൊടുത്തിരുന്നുവല്ലോ. അക്കാലം മുതൽക്കു തന്നെ ചീരട്ടമൺ മൂസിനെ കുറിച്ച് മഹാരാജാക്കന്മാർക്ക് പ്രത്യേകം ഒരു കാരുണ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മൂസിൻ്റെ ഇഷ്ടപ്രകാരം ഒളശയിൽ ഇല്ലം കൽപ്പിച്ച് പണിയിച്ചു കൊടുക്കുകയും മറ്റും ചെയ്തത്. ചീരട്ടമൺ മൂസ് മരുത്തോർ വട്ടത്തെ താമസം മതിയാക്കി അവിടെ നിന്ന് കുടുംബസഹിതം പോയെങ്കിലും വെള്ളോട് നമ്പൂരിക്ക് പിന്നെയും സ്വൈര്യമായില്ല. വെള്ളോട് നമ്പൂരി സകല അധികാരവും ഒഴിഞ്ഞ് ധന്വന്തിരിയുടെ ക്ഷേത്രം വിട്ടുകൊടുക്കുകയോ അല്ലെങ്കിൽ ക്ഷേത്രം പണി മുതലായവയ്ക്ക് ചിലവായിട്ടുള്ള പണം കൊടുക്കുകയോ ചെയ്യണമെന്ന് മൂസ് വാദിച്ചു. താൻ തൻ്റെ പരദേവതയായി ആചരിച്ചും സേവിച്ചും വരുന്ന ധന്വന്തിരിയുടെ ക്ഷേത്രം വിട്ടുകൊടുക്കുന്നതിന് മനസ്സും പണം കൊടുക്കുന്നതിന് നിവൃത്തിയുമില്ലായകയാൽ വെള്ളോട് നമ്പൂരി മൂസിൻ്റെ കണക്കിൻ പ്രകാരമുള്ള പണത്തിന് തൻ്റെ ഭൂസ്വത്തുക്കൾ ഏതാനും മൂസിന് എഴുതി കൊടുത്തു. ആ വക വസ്തുക്കൾ ഇപ്പോഴും ചീരട്ടമൺ മൂസിൻ്റെ കൈവശാനുഭവത്തിൽ തന്നെ ഇരിക്കുന്നു. ആദ്യകാലത്ത് പരസ്പരം സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടിയിരുന്ന ആ ഇല്ലക്കാർ തമ്മിൽ ഇടക്കാലത്ത് പിണങ്ങാനിടയായെങ്കിലും ഇപ്പോൾ അവർ വളരെ വേഴ്ചയോടും ചാർച്ചയോടും ഐക്യത്തോടും കൂടിയാണ് ഇരിക്കുന്നത്. വെള്ളോട് നമ്പൂരിമാർ പണ്ട് ചികിത്സാ വിഷയത്തിൽ ഏറ്റവും പ്രസിദ്ധന്മാരും സമർത്ഥന്മാരുമായിരുന്നു. അവർ ചെയ്തിട്ടുള്ള അത്ഭുത കർമ്മങ്ങളെല്ലാം വിവരിക്കുന്ന കാര്യം അസാധ്യമാവുകയാൽ ചിലത് മാത്രം താഴെ പറഞ്ഞുകൊള്ളുന്നു. ഒരിക്കൽ വെള്ളൊടില്ലത്ത് ആലത്തൂർ നമ്പിയുടെ ഭാഗിനേയനായിട്ട് ഒരു നമ്പൂരി ഉണ്ടായിരുന്നു. അദ്ദേഹം ശാസ്ത്രജ്ഞാനം കൊണ്ടും ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും കൈപുണ്യം കൊണ്ടും നൈപുണ്യം കൊണ്ടും മറ്റും ചെറുപ്പത്തിൽ തന്നെ വിശ്വവിസ്തൃതനായി തീർന്നു. ഒരിക്കൽ അദ്ദേഹം എന്തിനോ നമ്പിയുടെ ഇല്ലത്ത് പോയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മാതുലന്മാരായ നമ്പിമാരാരും അവിടെ ഉണ്ടായിരുന്നില്ല. ചില രോഗികളെ കാണിക്കാനായി ആളുകൾ വന്ന് എല്ലാവരെയും ഓരോ ദൂരസ്ഥലങ്ങളിൽ കൊണ്ടുപോയിരിക്കുകയായിരുന്നു.
അക്കാലത്ത് ഈ നമ്പൂരിയുടെ മാതുല പത്നിയായ ഒരു അന്തർജനം അവിടെ കുഷ്ഠരോഗബാധിതയായി വളരെ കഷ്ടസ്ഥിതിയിൽ കിടക്കുന്നുണ്ടായിരുന്നു. ഈ നമ്പൂരി ചെന്ന് ആ അന്തർജനത്തിനെ കണ്ട സമയം അന്തർജനം, എൻ്റെ ഉണ്ണി, ഞാൻ ഈ സ്ഥിതിയിലായി തീർന്നു. പാപശക്തി കൊണ്ടായിരിക്കും. നിന്റെ അമ്മാവന്മാരെല്ലാം അനേകം ചികിത്സകൾ ചെയ്തു നോക്കിയിട്ടും ഒരു ഫലവും ഉണ്ടായില്ല. ചികിത്സകൾ ചെയ്യുമ്പോൾ രോഗങ്ങൾ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അതിനാൽ അവരെല്ലാവരും ഉപേക്ഷിച്ചു. ഇനി ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടാതെ വേഗത്തിൽ മരിച്ചാൽ കൊള്ളാമെന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. അമ്മാവന്മാരെല്ലാവരും ചികിത്സിച്ചിട്ട് ഭേദമാകാത്ത ഈ ദീനം ഉണ്ണി ചികിത്സിച്ചാൽ ഭേദമാവുകയില്ലായിരിക്കുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്പൂരി, അങ്ങനെ തീർച്ചയാക്കേണ്ട. ഈ ദീനം ഞാൻ ചികിത്സിച്ചിട്ട് ഭേദമാകണമെന്നാണ് ഈശ്വരൻ നിശ്ചയിച്ചിരിക്കുന്നതെങ്കിൽ ഭേദമാവാതെ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞു. ഉടനെ അന്തർജനം, എന്നാൽ എൻ്റെ ഉണ്ണി, നീ വല്ലതും ചെയ്തു നോക്കണം. എൻ്റെ ഈ ദീനം ഭേദമാവുകയാണെങ്കിൽ അത് നിനക്ക് ശ്രേയസ്സിനും യശസ്സിനും കാരണമായി തീരും, വലിയ പുണ്യവുമായിരിക്കും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നമ്പൂരി, അമ്മായി തേച്ചു കുളിക്കാറുണ്ടോ എന്ന് ചോദിച്ചു. അതിന് മറുപടിയായി അന്തർജനം, ശിവ, തേച്ചുകുളിയോ? എനിക്ക് കുളി തന്നെ ഇല്ലാതായിട്ട് വളരെ നാളായി. മേലെങ്ങും തൊലിയില്ല, സർവത്ര വ്രണമാണ്. എനിക്ക് എണീക്കാനും വയ്യ. പിന്നെ തേച്ചു കുളിക്കുന്നത് എങ്ങനെയാണ് എന്ന് പറഞ്ഞു. ഉടനെ നമ്പൂരി, അമ്മായിയെ ഇന്ന് ഞാനൊന്ന് തേച്ചു കുളിപ്പിക്കാം. തേച്ചു കുളിച്ചാൽ തന്നെ ഈ ദീനം ഭേദമാകും എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി എന്തോ ചില കാട്ടുചെടികളുടെ ഇലകൾ കുറേ പറിച്ചെടുത്ത് കൊണ്ടുവന്ന് ഇടിച്ചു പിഴിഞ്ഞ് നീരെടുത്ത് അതിൽ എണ്ണയും നെയ്യും ആവണക്കെണ്ണയും ചേർത്ത് ഒരു കുഴമ്പ് കാച്ചി അരിച്ചു വെച്ചു. പിന്നെ നമ്പൂരി ഒരു വലിയ ചെമ്പ് പിടിച്ചെടുത്ത് അടുപ്പത്ത് വെച്ച് അതിൽ നിറച്ച് വെള്ളമൊഴിച്ച് തിളപ്പിക്കുന്നതിന് അവിടെ ശേഷമുണ്ടായിരുന്ന അന്തർജനങ്ങളോട് പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. അതിനിടയ്ക്ക് നമ്പൂരി പിന്നെയും ഇറങ്ങിപ്പോയി ചില ഇലകൾ പറിച്ചു കൊണ്ടുവന്ന് ചതച്ച് ആ വെള്ളത്തിലും ഇട്ടു. വെള്ളം നല്ലപോലെ തിളച്ചപ്പോൾ നമ്പൂരി പെട്ടെന്ന് ചെന്ന് രോഗിണിയായ അന്തർജനത്തിനെ എടുത്തുകൊണ്ട് ചെന്ന് ആ തിളച്ചു കിടന്നിരുന്ന വെള്ളത്തിലിട്ടു. ഇത് കണ്ട് ശേഷമുള്ള അന്തർജനങ്ങളും മറ്റും, അയ്യോ, ഇതെന്തൊരക്രമമാണ് എന്ന് പറഞ്ഞ് ഉറക്കെ നിലവിളിച്ചു. നമ്പൂരി അതൊന്നും അത്ര വകവെച്ചില്ല. സ്വല്പസമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വെള്ളത്തിൽ കിടന്ന അന്തർജനത്തിനെ വലിച്ചെടുത്ത് നിലത്തിട്ടു. അപ്പോൾ ആ അന്തർജനത്തിന് ബോധമുണ്ടായിരുന്നില്ല. അവർ മരിച്ചുപോയി എന്ന് നിശ്ചയിച്ച് മറ്റുള്ള അന്തർജനങ്ങളും മറ്റും പൂർവാധികം ദുഃഖിച്ചു കരഞ്ഞു. ഏകദേശം 3.25 നാഴിക കഴിഞ്ഞപ്പോൾ രോഗിണിയായ അന്തർജനത്തിന് ബോധം വീഴുകയും അവർ എണീറ്റിരിക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ എല്ലാവർക്കും സമാധാനവും സന്തോഷവുമായി. ഉടനെ നമ്പൂരി താൻ മുമ്പേ കാച്ചിവെച്ച കുഴമ്പെടുത്ത് കൊടുത്തിട്ട് ഈ അന്തർജനത്തിൻ്റെ തലയിൽ എണ്ണയും മേലൊക്കെ ഈ കുഴമ്പും തേപ്പിച്ച് ചെമ്പിൽ കിടക്കുന്ന വെള്ളമെടുത്ത് ചൂട് പാകമാക്കി കുളിപ്പിക്കുവാൻ അവിടെ വേറെ ഉണ്ടായിരുന്ന അന്തർജനങ്ങളോട് പറയുകയും അവർ കുളിപ്പിക്കുകയും ചെയ്തു. തേച്ചുകുളി കഴിഞ്ഞപ്പോഴേക്കും അന്തർജനത്തിൻ്റെ ദേഹത്തിലുണ്ടായിരുന്ന വ്രണങ്ങളൊന്നും കാണാനില്ലാതെയായി. അന്തർജനം എണീറ്റ് നടന്നു തുടങ്ങുകയും ചെയ്തു. ആ കുഴമ്പ് തേപ്പിച്ച് അന്തർജനത്തിന് 3 ദിവസം കുളിപ്പിച്ചു. അപ്പോഴേക്കും അവർ പൂർണ്ണ സുഖത്തെ പ്രാപിച്ചു. അവരെ കണ്ടാൽ അവർക്ക് ഇങ്ങനെയൊരു ദീനമുണ്ടായിരുന്നു എന്ന് തോന്നുക പോലുമില്ലാതെയായി. 4-ാം ദിവസം നമ്പൂരി സ്വദേശത്തേക്ക് മടങ്ങിപ്പോരുകയും ചെയ്തു. ഇതേപോലെ തന്നെ ഒരു കഥ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്, അമ്മയുടെ ചികിത്സ എന്ന് പറഞ്ഞിട്ട്. അമ്മയ്ക്ക് ഇതേപോലെ കുഷ്ഠരോഗം ബാധിച്ചിട്ട് മറ്റു മക്കളൊന്നും ചെയ്യാൻ ധൈര്യപ്പെടാതെ ഒരു മകൻ ധൈര്യപൂർവ്വം വന്ന് അവരെ ചികിത്സിച്ച് ഭേദമാക്കുന്ന ഒരു കഥയുണ്ട്, അമ്മയുടെ ചികിത്സ. അത് കേൾക്കാത്തവർക്കായി അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അനന്തരം 2-3 ദിവസം കഴിഞ്ഞപ്പോൾ നമ്പിമാരെല്ലാവരും അവരുടെ ഇല്ലത്തും മടങ്ങിയെത്തി. അപ്പോൾ മുമ്പ് രോഗബാധിതയായി എണീക്കാൻ വയ്യാതെ കിടന്നിരുന്ന അന്തർജനം സ്വസ്ഥ ശരീരയായി എണീറ്റ് നടക്കുന്നത് കണ്ടിട്ട് ആ അന്തർജനത്തിൻ്റെ ഭർത്താവായ നമ്പി അത്യാശ്ചര്യത്തോടുകൂടി, നമ്മുടെ വെള്ളൊടിയിലെ ഉണ്ണി ഇവിടെ വന്നിരുന്നുവോ എന്ന് ചോദിച്ചു. അപ്പോൾ വെള്ളൊടിയിലെ ഉണ്ണി നമ്പൂരി അവിടെ ചെന്നിരുന്നെന്നും അദ്ദേഹം ചെയ്തതുമെല്ലാം വിസ്തരിച്ചു പറഞ്ഞു കേൾപ്പിച്ചു. അതൊക്കെ കേട്ടപ്പോൾ നമ്പി, അവനല്ലാതെ ഈ വകയൊക്കെ ചെയ്യുവാൻ നിശ്ചയവും ധൈര്യവും ഉണ്ടാവുകയില്ല. അവൻ്റെ ഗുരുത്വവും കൈപുണ്യവും ഭാഗ്യവുമൊക്കെ ഒന്ന് വേറെ തന്നെയാണ്. ഈശ്വരൻ അവന് ദീർഘായുസ് കൂടി കൊടുക്കട്ടെ എന്ന് പറഞ്ഞു. ഒരിക്കൽ ഒരു വാണിയൻ, അതായത് എള്ളും മറ്റും ആട്ടുന്ന ഒരു ജാതിക്കാരൻ, ഒരു കാളയെയും കൊണ്ട് വെള്ളൊടില്ലത്ത് ചെന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അച്ഛൻ നമ്പൂരിയുടെ അടുക്കൽ ഈ കാളയ്ക്ക് ചാണകം പോകാതെയായിട്ട് 4 ദിവസമായി. അതുകൊണ്ട് കാള പുല്ലും വെള്ളം ഒന്നും കഴിക്കുന്നില്ല. വയർ സാമാന്യത്തിലധികം വീർത്തിട്ടുണ്ടെന്നുള്ളത് തിരുമേനിക്ക് കാണാവുന്നതാകിയാൽ അടിയൻ അറിയിക്കണമെന്നില്ലല്ലോ. അടിയൻ എള്ളും തേങ്ങയും മറ്റും ആട്ടുന്നതിന് ചക്കിൻ കണയിൽ കെട്ടി അടിക്കുന്നത് ഈ കാളയെയാണ്.
ഈ കാള ചത്തുപോയാൽ അടിയൻ്റെ ഉപജീവനം മുട്ടും. മറ്റൊരു കാളയെ വാങ്ങാൻ പാവപ്പെട്ട അടിയങ്ങൾക്ക് അത്ര എളുപ്പമല്ല. അതിനാൽ തിരുമനസ് കൊണ്ട് ദയ ഉണ്ടായിട്ട് ഈ കാളയെ രക്ഷിച്ചു തരണം എന്ന് വളരെ സങ്കടത്തോടു കൂടി പറഞ്ഞു. അച്ഛൻ നമ്പൂരി സ്വല്പം നേരം മനസ്സുകൊണ്ട് ആലോചിച്ചിട്ട്, ഒരു മുഴം നീളവും പെരുവിരലിൻ്റെ വണ്ണവുമുള്ള ഒരു മുരിക്കിൻ വടി കൊണ്ടുവരിക എന്ന് വാണിയനോട് പറഞ്ഞു. വാണിയൻ കാളയെ അവിടെ കെട്ടിയിട്ട് ഓടിപ്പോയി മുരിക്കിൻ വടി കൊണ്ടുവന്നു. അച്ഛൻ നമ്പൂരി അതെടുത്ത് അതിൻ്റെ ഒരറ്റത്ത് കൈകൊണ്ട് പിടിക്കാൻ തക്കവണ്ണം മുള്ളു ചീകിക്കളഞ്ഞ് അവിടെ പിടിച്ചുകൊണ്ട് കാളയെ കിടത്തി 4 നാലും കെട്ടി മുറുകെ പിടിച്ചുകൊള്ളുവാൻ വാണിയനോട് പറഞ്ഞു. അവൻ അപ്രകാരം ചെയ്തപ്പോൾ അച്ഛൻ നമ്പൂരി അടുത്ത് ചെന്ന് മുരിക്കിൻ വടി കാളയുടെ മലദ്വാരത്തിൽ കൂടി അകത്തേക്ക് കടത്തി 2-3 തിരിച്ചിട്ട് വലിച്ചെടുത്തു. അപ്പോൾ ആ മുരിക്കിൻ വടിയോടുകൂടി ഒരു വലിയ പഴന്തുണിയും അതിൻ്റെ പിന്നാലെ ഒട്ടു വളരെ ചാണകവും പുറത്തേക്ക് വന്നു. അപ്പോൾ അച്ഛൻ നമ്പൂരി വാണിയനോട്, "ഇത് നീ എണ്ണ മുക്കിപ്പിഴിയുന്ന തുണിയല്ലേ? ഇത് തിന്നിട്ടാണ് കാളയ്ക്ക് ചാണകം പോകാത്തത്. ഇനി ഇങ്ങനെ വരാതെ സൂക്ഷിച്ചു കൊള്ളണം" എന്ന് പറഞ്ഞു. കാളയുടെ മലദ്വാരം മുള്ളുകൊണ്ട് മുറിഞ്ഞിരുന്നതിന് ഒരു മരുന്നും പുരട്ടി അയച്ചു. കാളയ്ക്ക് സുഖമാവുകയും ചെയ്തു. ഒരിക്കൽ ചേർത്തല താലൂക്കിൽ തന്നെ തൈക്കാട്ട് ദേശത്ത് തൈക്കാട്ട് നമ്പൂരിയുടെ ഇല്ലത്ത് ഒരു അന്തർജനത്തിൻ്റെ മൂക്കിൽ ഒരു ദശയുണ്ടായി. അത് ശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ 1 അങ്കുലം നീളത്തിൽ പുറത്തേക്ക് ഇറങ്ങുകയും ശ്വാസം മേൽപോട്ട് വലിക്കുമ്പോൾ മൂക്കിനകത്തേക്ക് കയറി പോവുകയും ചെയ്യുമായിരുന്നു. അതിന് ആരൊക്കെയോ കണ്ട് പലവിധ ചികിത്സകൾ ചെയ്തിട്ടും ഭേദമാകായികയാൽ ഒടുക്കം തൈക്കാട്ട് നമ്പൂരി വെള്ളോട് നമ്പൂരിയുടെ അടുക്കൽ ചെന്ന് വിവരം പറഞ്ഞു. അപ്പോൾ വെള്ളോട് നമ്പൂരി, "ആട്ടെ, ഞാൻ നാളെ അവിടെ വന്ന് നോക്കിയിട്ട് എന്തെങ്കിലും ചികിത്സ നിശ്ചയിക്കാം. ഞാൻ അവിടെ വരുമ്പോഴേക്കും 1/4 തുലാം ഭാരമുള്ള ഒരു ഈയക്കെട്ടി ഇരുമ്പ് കൊണ്ട് ഒരു കുഴയുണ്ടാക്കി തയ്യാറാക്കി വെച്ചിരിക്കണം. ശേഷമൊക്കെ ഞാൻ വരുമ്പോൾ പറഞ്ഞുകൊള്ളാം" എന്ന് പറഞ്ഞ് തൈക്കാട്ട് നമ്പൂരി അയച്ചു. പിറ്റേ ദിവസം വെള്ളോട് നമ്പൂരി തൈക്കാട്ടില്ലത്ത് ചെന്നപ്പോഴേക്കും തലേ ദിവസം പറഞ്ഞിരുന്നതുപോലെ ഇരുമ്പ് കുഴയോടുകൂടിയ ഒരു ഈയക്കെട്ടി അവിടെ തയ്യാറാക്കി വെച്ചിരുന്നു. വെള്ളോട് നമ്പൂരി ഒരു നൂൽച്ചരട് കൂടി കൊണ്ടുപോയിരുന്നു. ആ ചരടിൻ്റെ ഒരറ്റം ഈയക്കട്ടിയുടെ കുഴയിലിട്ട് കെട്ടുമുറുക്കിയിട്ട് മറ്റേ അറ്റത്ത് ഒരു കുടുക്കുമിട്ട് തൈക്കാട്ടൻ നമ്പൂരിയെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഇപ്രകാരം പറഞ്ഞു: "അന്തർജനത്തിനെ വിളിച്ച് അടുക്കലിരുത്തിയിട്ട് ദശ പുറത്തേക്ക് വരുമ്പോൾ ചരടിൻ്റെ അറ്റത്തുള്ള കുടുക്ക് ആ ദശയിന്മേലിട്ട് മുറുക്കണം. പിന്നെ അന്തർജനത്തിനോട് പതുക്കെ എണീറ്റ് കുനിഞ്ഞ് സ്വല്പം നടക്കാൻ പറയണം" എന്ന് പറഞ്ഞു. തൈക്കാട്ടൻ നമ്പൂരി അപ്രകാരമെല്ലാം ചെയ്തു. അന്തർജനം എണീറ്റ് നടന്നപ്പോൾ ഈയക്കട്ടിയുടെ ഭാരം കൊണ്ട് ദശ വേരോടുകൂടി പറഞ്ഞു താഴെ വീണു. പിന്നെ വെള്ളോട് നമ്പൂരി അന്തർജനത്തിൻ്റെ തലയിൽ തേക്കുന്നതിന് ഒരെണ്ണയ്ക്ക് കുറിച്ചു കൊടുക്കുകയും ഈ മരുന്നുണ്ടാക്കി പുരട്ടിയാൽ മൂക്കിനകത്തെ വ്രണം ഉണങ്ങുകയും എണ്ണ കാച്ചി തേച്ചാൽ ഇനിയും മൂക്കിൽ ദശ വരാതെ ഇരിക്കുകയും തലവേദന ഉണ്ടാകാതെ ഇരിക്കുകയും ചെയ്യും എന്ന് പറയുകയും ചെയ്തിട്ട് മടങ്ങിപ്പോയി. ആ മരുന്നും എണ്ണയും കൊണ്ട് അന്തർജനത്തിന് സുഖമാവുകയും ചെയ്തു. ഒരിക്കൽ ബ്രിട്ടീഷ് മലബാറിലെ ഒരു വലിയ ജന്മിയും പ്രസിദ്ധനുമായ കുതിരവട്ടത്ത് മൂപ്പിൽ നായർക്ക് ഒരു സുഖക്കേടുണ്ടായി. മലമൊഴിയായികയായിരുന്നു സുഖക്കേട്. അതിന് പല വൈദ്യന്മാർ പഠിച്ച വിദ്യകളൊക്കെ പ്രയോഗിച്ചു നോക്കിയിട്ടും ഒരു ഫലവും ഉണ്ടായില്ല. മലശോധന ഇല്ലാതെയായപ്പോൾ ഭക്ഷണവും ഇല്ലാതെയായി. അപ്പോൾ ക്ഷീണം കലശലായി. ആകപ്പാടെ മൂപ്പിൽ നായർ ഏറ്റവും അവശനായി തീർന്നു. അതിനാൽ മൂപ്പിൽ നായർ ഉടനെ വെള്ളോട് നമ്പൂരിയെ അങ്ങോട്ട് പറഞ്ഞയക്കണമെന്ന് പാലിയത്ത് വലിയച്ഛൻ്റെ പേർക്ക് എഴുത്തയച്ചു. അന്നത്തെ മൂപ്പിൽ നായരും വലിയച്ഛനും തമ്മിൽ അത്യന്തം സ്നേഹമായിരുന്നു. എഴുത്ത് കിട്ടിയ ക്ഷണത്തിൽ വലിയച്ഛൻ വിവരം വെള്ളോട് നമ്പൂരിയെ ഗ്രഹിപ്പിക്കുകയും സഹായത്തിന് വേണ്ടുന്ന ആളുകളെയും മറ്റും കൂട്ടി മലബാറിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു. നമ്പൂരി കുതിരവട്ടത്തെത്തിയപ്പോൾ മൂപ്പിൽ നായർ ഏറ്റവും ക്ഷീണിച്ച് എണീക്കാൻ വയ്യാതെ കിടപ്പിലായിരുന്നു. തൽക്കാലം നമ്പൂരി ചുരുക്കത്തിൽ ഒരു കുഴമ്പിന് കുറിച്ചു കൊടുത്തിട്ട് ആ കുഴമ്പ് ക്ഷണത്തിൽ കാച്ചി അരിച്ച് വയ്ക്കുകയും മൂപ്പിൽ നായർക്ക് കുളിക്കുന്നതിന് കാഞ്ഞ വെള്ളവും ഭക്ഷണത്തിന് വേണ്ടുന്നവയെല്ലാം തയ്യാറാക്കുകയും ചെയ്തു കൊള്ളുന്നതിന് ചട്ടം കെട്ടി. പിന്നെ നമ്പൂരി കുളിക്കാൻ പോയി. അദ്ദേഹം കുളിയും ഭക്ഷണവുമെല്ലാം കഴിഞ്ഞു വന്നപ്പോഴേക്കും ചട്ടം കെട്ടിയിരുന്നവയെല്ലാം തയ്യാറായിരുന്നു. വെള്ളോട് നമ്പൂരിയുടെ പ്രയോഗം എന്താണെന്ന് അറിയുന്നതിനായി അപ്പോൾ അവിടെ വൈദ്യന്മാരായിട്ടും മൂപ്പിൽ നായരുടെ സ്നേഹിതന്മാരായിട്ടും ബന്ധുക്കളായിട്ടും ആശ്രിതന്മാരായിട്ടും അസംഖ്യം ആളുകൾ വന്നുകൂടുകയും ചെയ്തിരുന്നു. നമ്പൂരി മൂപ്പിൽ നായരുടെ അടുക്കൽ ചെന്നിരുന്നു കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഭൃത്യന്മാരിൽ ബലവാന്മാരായ 4 പേരെ വിളിച്ച് കാച്ചി വെച്ചിരുന്ന കുഴമ്പ് നായരുടെ കഴുത്തിന് താഴെയെല്ലാം ധാരാളമായി തേച്ചിട്ട്
നായരെ താങ്ങിപ്പിടിച്ച് ആ പൂമുഖത്ത് തെക്കോട്ടും വടക്കോട്ടും നടത്താൻ പറഞ്ഞു. അവർ അങ്ങനെ 5-6 പ്രാവശ്യം നടത്തിയപ്പോഴേക്കും നായർക്ക് വയറിളകി പൂമുഖം അപ്പാടെ അമേധ്യമയമായി. പിന്നെ നമ്പൂരി നായരെ കൊണ്ടുപോയി കാഞ്ഞു വെള്ളമൊഴിച്ച് കുളിപ്പിച്ചിട്ട് ഭക്ഷണം കഴിപ്പാൻ പറഞ്ഞയച്ചു. ഭൃത്യന്മാർ നായരെ കൊണ്ടുപോയി കുളിയും ഊണും കഴിപ്പിച്ചുകൊണ്ട് കട്ടിലിൽ കൊണ്ടുചെന്ന് കിടത്തി. വളരെ ദിവസം കൂടിയിട്ട് മലം ധാരാളം ഒഴിഞ്ഞു പോവുകയും കാഞ്ഞ വെള്ളത്തിൽ കുളിക്കുകയും വേണ്ടതുപോലെ ഊണ് കഴിക്കുകയും ചെയ്തതുകൊണ്ട് നായർ കിടന്ന ഉടനെ ഉറങ്ങിത്തുടങ്ങി. ആ സമയത്ത് വെള്ളോട് നമ്പൂരി മൂപ്പിൽ നായരുടെ കാര്യസ്ഥനോട്, ഇനിയിപ്പോൾ നായർക്ക് സുഖക്കേടൊന്നുമില്ല, ക്ഷീണം മാറണമെന്നേ ഉള്ളൂ, അത് ഭക്ഷണം ശരിയാകുമ്പോൾ ക്രമേണ മാറിക്കോളും. ഇന്ന് കാച്ചിയ കുഴമ്പ് തന്നെ കാച്ചി വെച്ചിരുന്ന് പതിവായി തേച്ചു കുളിപ്പിച്ചു കൊണ്ടിരുന്നാൽ വേണ്ടതുപോലെ മലശോധന ഉണ്ടാകും. അപ്പോൾ മുറയ്ക്ക് ഭക്ഷണം കഴിക്കാറുമാവും എന്ന് പറഞ്ഞിട്ട് ആരോടും യാത്ര പറയാതെ മടങ്ങിപ്പോന്നു. നമ്പൂരി പറഞ്ഞതുപോലെ തന്നെ 10-15 ദിവസം കൊണ്ട് മൂപ്പിൽ നായർക്ക് ക്ഷീണം മാറി നല്ല സുഖമായി. പിന്നെ നായർ തൻ്റെ കൃതജ്ഞതയെ പ്രകടിപ്പിക്കാനായി നമ്പൂരിയുടെ അടുക്കൽ വന്ന് കണ്ട് സന്തോഷസമേതം അനേകം സമ്മാനങ്ങൾ കൊടുത്ത് വന്ദനം പറഞ്ഞു മടങ്ങിപ്പോയി. പണ്ടുണ്ടായിരുന്ന വെള്ളോട് നമ്പൂരിമാർ ചികിത്സാ സംബന്ധമായി ഇങ്ങനെ അനേകം അത്ഭുത കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. അവയെല്ലാം പറഞ്ഞു തീർക്കുന്ന കാര്യം അസാധ്യമാവുകയാൽ അതിനായി തുനിയുന്നില്ല. ഇത്രയും പറഞ്ഞതുകൊണ്ട് തന്നെ ആ ഇല്ലത്ത് പണ്ടുണ്ടായിരുന്നവർ അമാനുഷ പ്രഭാവന്മാരായിരുന്നുവെന്ന് സ്പഷ്ടമാകുന്നുണ്ടല്ലോ. വെള്ളൊടില്ലത്ത് പണ്ടൊരിക്കൽ ശാക്തേയനായിട്ടും ഒരാളുണ്ടായിരുന്നു അത്രേ. അദ്ദേഹവും പുളിയാമ്പുള്ളി നമ്പൂരി മുതലായവരെ പോലെ അമാവാസി നാൾ ചന്ദ്രനെ ഉദിപ്പിക്കുക, മദ്യം കളിയടക്കിയായി കാണിക്കുക മുതലായി അനേകം അത്ഭുത കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെന്നാണ് കേൾവി. പുളിയാമ്പള്ളി നമ്പൂരിയെ പറ്റി കേട്ടിട്ടില്ലാത്തവർക്കായി അദ്ദേഹത്തിൻ്റെ ഒരു കഥ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അഷ്ടവൈദ്യന്മാരിൽ ഒരാളും ബ്രാഹ്മണനുമായിരുന്ന അദ്ദേഹത്തിന് ശക്തിപൂജയും മറ്റും അത്യാവശ്യമായിട്ടുള്ളവ അല്ലാതിരുന്നതിനാലും അദ്ദേഹത്തിൻ്റെ അത്ഭുത കർമ്മങ്ങൾ ചികിത്സാ സംബന്ധമായിട്ടുള്ളവ അല്ലാതിരുന്നതുകൊണ്ടും അവയൊന്നും ഇവിടെ വിവരിക്കുന്നില്ല. അതിനാൽ പ്രസിദ്ധപ്പെട്ട ആ ഇല്ലത്ത് പണ്ടത്തെ പോലെ ഇനിയും ജനോപകാരാർത്ഥം നല്ല വൈദ്യന്മാരുണ്ടായിത്തീരുന്നതിന് സർവേശ്വരൻ സതയും കടാക്ഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിരമിക്കുന്നു. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. മറ്റൊരു കഥയുമായി നമുക്ക് നാളെ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി.